ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി. അൻവർ അലി പരിഭാഷ ചെയ്തിട്ടുള്ള ഇതിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. കടലിൽ നിന്നൊരു പങ്ക്, മലമുകളിൽ നിന്നൊരു പങ്ക്. ആകാംക്ഷയോടെ അക്ഷമയോടെ ടോട്ടോച്ചാൻ കാത്തിരുന്നു. കടലിൽ നിന്നും മലമുകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ പുറത്തെടുക്കാനുള്ള സമയം അടുത്തു വരുന്നു. കടലിൽ നിന്നൊരു പങ്ക്, മലമുകളിൽ നിന്നൊരു പങ്ക്. മാസ്റ്ററുടെ പ്രയോഗമാണിത്. നിയന്ത്രിതമായ പോഷകാഹാരത്തെയാണ് കോബായാക്ഷി മാസ്റ്റർ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ചോറിനൊപ്പം കടലിൽ നിന്നൽപ്പം, മലഞ്ചെരുവുകളിൽ നിന്നൽപ്പം സമീകൃതമായ പോഷകാഹാരം കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. പതിവ് ഭക്ഷണത്തിലുപരി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. എങ്ങനെയൊന്നും മാസ്റ്റർ അച്ഛനമ്മമാരോട് ഉപദേശിക്കാറില്ല. പറയുന്നത് ഇത്രമാത്രം: പാത്രത്തിൽ ചോറിനൊപ്പം കടലിൽ നിന്നൽപ്പം, പിന്നെ മലകളിൽ നിന്നൽപ്പം. മീന്, കൊഞ്ച്, ചിപ്പിയും ഞണ്ടും പോലുള്ള കടൽ ജീവികളുടെ മാംസം എന്നിവയൊക്കെയാണ് കടലിൽ നിന്നുള്ളവ. മലമുകളിൽ നിന്നുള്ള വിഭവങ്ങൾ പച്ചക്കറികൾ, ആട്, കോഴി, പന്നി എന്നിങ്ങനെ. സംഗതി ഗൗരവമേറിയതാണ്. പക്ഷേ എത്ര ലളിതമായി മാസ്റ്റർ അവതരിപ്പിക്കുന്നു. മറ്റേത് അധ്യാപകനാണ് ഇത് കഴിയുക? അമ്മയ്ക്ക് കോബായാക്ഷി മാസ്റ്ററെ വല്ലാതെ ഇഷ്ടമായി. ഉച്ചഭക്ഷണം തയ്യാറാക്കൽ അവർക്ക് മുമ്പത്തേതിലും എളുപ്പവുമായി. ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ അമ്മ 2 പെട്ട ഓരോന്ന് പതിവായി ഉണ്ടാക്കി ഇരിക്കണമെന്ന് മാത്രമേ മാസ്റ്റർ പറയാറുള്ളൂ. അതിന് ഒരുപാട് ചെലവ് മെനക്കെടോ ഇല്ല. ഉദാഹരണത്തിന് കരയിൽ നിന്നുള്ള ഭക്ഷണം എന്നാൽ കാട്ടുപയറിൻ്റെ തോരനോ ഒരു ഓംലെറ്റോ മതിയാകും. കടൽ വിഭവമായി ഉണക്കിയ ബെന്നിട്ടോ മത്സ്യത്തിൻ്റെ ഒരു കഷ്ണവുമാകാം. ഇനി അത്ര തന്നെ വേണമെന്നില്ല. നോറിപ്പായലോ കുന്നിൻ ചെരുവിൽ ചീരയോ മതി. ധാരാളം കടലുമായി മലകളുമായി. തലേന്നത്തെ പോലെ മാസ്റ്റർ ചോറ്റ് പാത്രങ്ങൾക്ക് മുന്നിലെത്തി. ഓരോരുത്തരുടെയും വിഭവങ്ങളിലൂടെ കണ്ണു പായിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. ടോട്ടോച്ചൻ കൗതുകത്തോടെ അല്പം അസൂയയോടെ മാസ്റ്ററെ ശ്രദ്ധിക്കുകയായിരുന്നു. കടലിൽ നിന്നുള്ള പങ്കും മലമുകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഓരോ പാത്രങ്ങളായി പരിശോധിച്ചുകൊണ്ട് മാസ്റ്റർ ചോദിച്ചു. അതെത്ര രസകരമാണ്! കൊച്ചു ടോട്ടോ വിചാരിച്ചു. കടലിൽ നിന്നും മലമുകളിൽ നിന്നും ഓരോരുത്തരും കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്ന് കാണുക. ഹായ്! ചിലപ്പോൾ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തിരക്ക് കാരണം 2 ഇനങ്ങളിൽ ഒന്നേ തയ്യാറാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വരാം. പക്ഷെ പ്രശ്നമില്ല. പരിശോധന വേളയിൽ മാസ്റ്ററോടൊപ്പം അരയിൽ ഒരു ഏപ്രണും തിരികെ ഓരോ കൈയിലും ഓരോ ചട്ടിയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടാകും. ഒരു കുട്ടിയുടെ മുന്നിലെത്തി മാസ്റ്റർ പറഞ്ഞിരിക്കും, അല്പം കടല്. അവർ ഉടൻ തന്നെ ചട്ടി തുറക്കുകയായി. നല്ല ചൂടുള്ള മീൻ കറിയിൽ നിന്ന് വെന്ത ചിക്വ മത്സ്യത്തിൻ്റെ 2 കഷ്ണങ്ങൾ ചോറ്റുപാത്രത്തിൽ കോരി വയ്ക്കും. അല്പം മലകളുടെ പങ്ക് എന്നാണ് മാസ്റ്റർ പറയുന്നതെങ്കിലോ മലകളുടെ ചട്ടിയാണ് തുറക്കുക. അതിൽ ഒരു തവി ഉരുളക്കിഴങ്ങ് കറി, കിഴങ്ങിൻ്റെ മുഴുത്ത 2 കഷ്ണങ്ങളും. എനിക്ക് മീന് ഇഷ്ടമില്ല എന്ന് കുട്ടികൾ ആരും മനസ്സിൽ പോലും പറയാറില്ല. ചിലപ്പോൾ ഹായ്, ആ കുട്ടിയുടെ പാത്രത്തിൽ എന്ത് നല്ല കറികളാ, പാവം ഈ കുട്ടി കൊണ്ടുവരുന്നത് കൊള്ളില്ല എന്നൊക്കെ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ തോന്നിപ്പോയെന്നിരിക്കാം. പക്ഷേ അപൂർവമായ ആ തോന്നലുകൾ എന്നെയും ആരും ഉറക്കെ പറയാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സംഗതി വളരെ ലളിതമാണ്. കടലിലെയും മലകളിലെയും പങ്കുണ്ടോ അവർക്ക് തൃപ്തിയായി, സന്തോഷമായി, ഉത്സാഹത്തോടെ ഊണ് ആരംഭിക്കുകയായി. കടലിൽ നിന്നുള്ള പങ്കിൻ്റെയും മലമുകളിൽ നിന്നുള്ള പങ്കിൻ്റെയും രഹസ്യം മനസ്സിലായതോടെ കൊച്ചു ടോട്ടോയ്ക്ക് ആകെ അങ്കലാപ്പായി. തൻ്റെ ചോറും കറികളും അമ്മ രാവിലെ ധൃതി പിടിച്ചുണ്ടാക്കിയതാണ്. മാസ്റ്റർക്ക് തൃപ്തിപ്പെടുമോ ആവോ? ശങ്കയോടെ അവൾ പാത്രം തുറന്നു. ടോട്ടോച്ചാന് സന്തോഷം ആയില്ല. അതിവിശിഷ്ടമായ വിഭവങ്ങൾ! ഹായ് ഹായ്! അവൾ അറിയാതെ അട്ടഹസിച്ചു പോയി. മുട്ട നല്ല മഞ്ഞ നിറത്തിൽ പൊരിച്ചെടുത്തത്, പച്ചപ്പയർ മെഴുകിയത്, തവിട് ഡംബു, കോട് മത്സ്യത്തിൻ്റെ പിങ്ക് നിറമുള്ള തോരൻ, എല്ലാം കൂടി വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ തിങ്ങിയ ഒരു ഉദ്യാനം പോലെ. അസലായിട്ടുണ്ടല്ലോ! ചോട്ടോച്ചാൻ മാസ്റ്റർ അഭിനന്ദിച്ചു. അവൾക്ക് ആവേശം കയറി. അമ്മയ്ക്ക് അസലായിട്ട് കറി വയ്ക്കാൻ അറിയാലോ! അഭിമാനപൂർവ്വം അവൾ പറഞ്ഞു. നന്നായി നന്നായി, അതിരിക്കട്ടെ. ഇതെവിടെ നിന്നാണെന്ന് അറിയോ? കടലിൽ നിന്നോ മലമുകളിൽ നിന്നോ? തവിട് ഡംബുവിലേക്ക് ചൂണ്ടി മാസ്റ്റർ ചോദിച്ചു. കടലിൽ നിന്നോ മലകളിൽ നിന്നോ? ടോട്ടോച്ചാന് സംശയമായി. അവൾ സൂക്ഷിച്ചു നോക്കി. മണ്ണിൻ്റെ നിറം മാതിരിയുണ്ട്. അപ്പോൾ മലകളിൽ നിന്നുള്ളതാകും. പക്ഷെ ഉറപ്പില്ലാതെ എങ്ങനെയാണ് പറയുക? തെറ്റിപ്പോയാലോ? നിനക്കറിയില്ല? അവൾ പെട്ടെന്ന് പറഞ്ഞു.
എനിക്കറിയില്ല, അവൾ പറഞ്ഞു. ഡെമ്പു എവിടെ നിന്ന് വന്നതാണ്? കടലിൽ നിന്നോ മലമുകളിൽ നിന്നോ? മാസ്റ്റർ എല്ലാവരോടുമായി ചോദിച്ചു. കുട്ടികൾ ആലോചിക്കാൻ തുടങ്ങി. അല്പം നേരത്തെ മൗനത്തിന് ശേഷം ചിലർ വിളിച്ചു പറഞ്ഞു, കടലിൽ നിന്ന്. മറ്റു ചിലരുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു. ആർക്കും പക്ഷെ ഉറപ്പു പോരാ. ഞാൻ പറയാം, മാസ്റ്റർ പറഞ്ഞു. ഡെമ്പുവിന്റെ സ്വദേശം കടലാണ്. അതെങ്ങനെയാ? ഒരു തടിയൻ കുട്ടിക്ക് സംശയമായി. മത്സ്യത്തിൽ നിന്നാണ് ഡെമ്പു ഉണ്ടാക്കുന്നത്. അതായത് ഊണുമേശകളുടെ മധ്യത്തായി നിന്നുകൊണ്ട് മാസ്റ്റർ വിശദീകരിച്ചു. ആദ്യം വെന്ത മീനിന്റെ മുള്ളു കളഞ്ഞ് കുറേശ്ശെ പൊരിക്കുന്നു. എന്നിട്ട് കൊച്ചു കഷ്ണങ്ങളാക്കി ഉണക്കിയെടുക്കുന്നു. മസാല ചേർക്കുന്നു. ഇത്രയുമായാൽ ഡെമ്പുവായി. ഓ, കുട്ടികൾ അന്തം വിട്ടുപോയി. ടോട്ടോച്ചാൻ്റെ ഡെമ്പു ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ചിലർ ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നെന്താ, ആയിക്കോളൂ, മാസ്റ്റർ സമ്മതം മൂളി. കുട്ടികൾ മുഴുവനും ടോട്ടോച്ചാൻ്റെ ഡൊമ്പുവിന് ചുറ്റും കൂടി. ചിലർക്കൊക്കെ ഡൊമ്പു പരിചയമുണ്ട്, പക്ഷെ അവരുടെയും ആകാംക്ഷയ്ക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അത്തരക്കാർക്ക് അറിയേണ്ടിരുന്നത് ടോട്ടോച്ചാൻ്റെ ഡൊമ്പുവിന് തങ്ങളുടെ വീടുകൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്. ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച് കുട്ടികൾ മണം പിടിക്കാൻ തുടങ്ങി. കൊച്ചു ടോട്ടോയ്ക്ക് ആകെ അങ്കലാപ്പായി. ഇത്രയും പേരുടെ മൂക്കിൽ നിന്നുള്ള കാറ്റടിച്ച് ഡൊമ്പുവിന്റെ കഷ്ണങ്ങളെങ്ങാനും പറന്നുപോയാലോ? ടോമോയിറ്റിലെ ആ ആദ്യ ഉച്ചഭക്ഷണ വേളയിൽ ടോട്ടോച്ചാൻ ലേശം പരിഭ്രമിച്ചിരുന്നു എന്നത് നേരെ. പക്ഷേ അതെത്ര രസകരമായിരുന്നു, എത്ര അത്ഭുതകരമായിരുന്നു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ എന്തെന്ന് അവൾ വിസ്മയത്തോടെ അറിഞ്ഞു. ഡെമ്പുവിന്റെ ഉത്ഭവം മത്സ്യത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല, കടലിന്റെയും മലകളുടെയും പങ്ക് അമ്മ അവളുടെ പാത്രത്തിൽ ശ്രദ്ധാപൂർവം ഒരുക്കിയിരിക്കുന്നത് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുമില്ല. എല്ലാം കൊണ്ടും അവൾക്ക് തൃപ്തിയായി. ടോട്ടോച്ചാൻ ഊണ് കഴിക്കാൻ ആരംഭിച്ചു. അതവളെ കൂടുതൽ ആഹ്ലാദചിത്തയാക്കി. കാരണം ഒക്കെ അമ്മ ഉണ്ടാക്കിയതാണ്. സ്വാദിട്ടത്. പയ്യച്ചവയ്ക്കും പാട്ട്. ജപ്പാൻകാർ ഊണ് കഴിക്കും മുമ്പ് ഇറ്റാദാക്കി മാസു, ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കുചേരുന്നു എന്നർത്ഥം വരുന്ന ഒരു ഉപചാര വാക്കാണത്. എന്നാൽ ടോമോഗഗോനിലെ യൂണ് ആരംഭിക്കുന്നത് ഒരു ഗാനത്തോടെയാണ്. കൊബായാക്ഷി മാസ്റ്റർ പ്രത്യേകമായി രചിച്ച ഊണിന് മുമ്പുള്ള പാട്ട് പാടിക്കൊണ്ട് ഒരു സംഗീതജ്ഞൻ കൂടിയാണ് മാസ്റ്റർ. ഊണിന് മുമ്പുള്ള പാട്ട് അദ്ദേഹം ഒരു പഴഞ്ചൊല്ലിന്റെ താളത്തിലാണ് ഉണ്ടാക്കിയത്. ഊണിന് മുമ്പ് പാടാറുള്ള ഒരു പരമ്പരാഗത ഗാനം എന്ന് തന്നെ ആ ശീലിനെ കുറിച്ച് ടൊമാറ്റോയിൽ പഠിച്ച കുട്ടികൾ മിക്കവാറും വർഷങ്ങൾക്ക് ശേഷം ഉറച്ചു വിശ്വസിച്ചു. അത്രയേറെ സമർത്ഥമായാണ് തുഴഞ്ഞു പോണ തോണിയിൽ എന്ന പഴമ്പാട്ടിന്റെ ഈണത്തിൽ മാസ്റ്റർ വാക്കുകൾ തിരികെ വെച്ചത്. പാട്ട് ഇങ്ങനെയായിരുന്നു: ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും, ചവച്ചരച്ച് മെല്ലവേ ഇറച്ചി ചോറ് മീൻകറിയും. ഈ ഈരടികൾ പാടിയ ശേഷം മാത്രമേ കുട്ടികൾ സർവ്വസാധാരണ ഉപചാര വാക്കിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. മാസ്റ്റർക്ക് ഏതാനും പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണോ പയ്യച്ചവയ്ക്കും പാട്ടുണ്ടാക്കിയത്? ആയിരിക്കില്ല. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ആഹാരം മെല്ലെ കഴിക്കണം, ഒരുപാട് സമയമെടുത്ത് സൊറ പറഞ്ഞിരുന്ന് വളരെ മെല്ലെ. ആവോ, അത് ഓർമ്മിപ്പിക്കാനായിരിക്കണം നാടൻ ഈണത്തിലുള്ള പച്ചച്ചവയ്ക്കും പാട്ട്. കൊച്ചു ടോട്ടോയും കൂട്ടുകാരും കഴിയുന്നത്ര ഉച്ചത്തിൽ ഒത്തുചേർന്ന് പാടി. ചവച്ചരച്ചിറക്കിടാം പാട്ടിന് ശേഷം ഒന്നിച്ചു പറഞ്ഞു: ഇറ്റാദാക്കി മാസു, കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ മുന്നിൽ നിരന്നു. അസംബ്ലി ഹാൾ അല്പനേരത്തേക്ക് നിശബ്ദമായി. നടത്തം. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള മൈതാനത്തിലെ കളി കഴിഞ്ഞ് ടോട്ടോച്ചാൻ കൂട്ടുകാരോടൊപ്പം ക്ലാസ്സിലേക്ക് മടങ്ങി. ടീച്ചർ കുട്ടികളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, രാവിലെ ഒരുപാട് പഠിച്ച് ക്ഷീണിച്ചു അല്ലേ? ഇനി നമുക്കെന്താ വേണ്ടേ? ഇനി എന്താ വേണ്ടതെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പേ കുട്ടികൾ ഒന്നോടെ വിളിച്ചു പറഞ്ഞു: നടത്തം. എന്നാൽ അങ്ങനെയാകട്ടെ. ടീച്ചർ പറഞ്ഞു തരും കുട്ടികൾ വാതിൽക്കലേക്ക് കുതിച്ചു. തിക്കി അവർ പുറത്തേക്ക് ഇറങ്ങി. ടോട്ടോച്ചൻ അതിശയിച്ച് നിന്നുപോയി. അച്ഛനോടും റോക്കിയോടുമൊപ്പം അവൾ നടക്കാൻ പോകാറുണ്ട്. പക്ഷെ ഇതവൾക്ക് പുത്തിരിയാണ്. സ്കൂൾ നൃത്തത്തെക്കുറിച്ച് ആദ്യമായാണ് കേൾക്കുന്നത്. എങ്കിലും കൊച്ചു ടോട്ടോയ്ക്ക് അങ്ങനെ മടിച്ചു നിൽക്കാനായില്ല. കാരണം നടക്കാനിറങ്ങുക അവൾക്കെന്നും ആഹ്ലാദകരമായിരുന്നു. പ്രഭാത പഠനങ്ങളെല്ലാം പണിപ്പെട്ട് തീർത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ തല തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നടത്തം. ടോട്ടോച്ചാൻ അത് പിന്നീടാണ് മനസ്സിലായത്. ഒന്നിലെ കുട്ടികൾക്ക് മാത്രമല്ല, 6ാം തരത്തിൽ പഠിക്കുന്നവർക്ക് പോലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്കൂൾ നടത്തം. ടീച്ചറും കുട്ടികളോടുമൊപ്പം പുറത്ത് ഒരു അരുവിയുടെ ഓരം പറ്റി 1ാം ക്ലാസ്സിലെ
9 കുട്ടികളും അവരുടെ അധ്യാപകരും നടന്നു. അരുവിയുടെ ഇരുകരകളിലും അടുത്തിടെ മാത്രം പൂത്തു നിന്ന് ചെറിയുടെ നീണ്ട നിരകൾ, കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന മഞ്ഞ നിറമുള്ള കടുകിൻ പൂക്കളുടെ പാടം. ഇത് പണ്ട് കാലത്തെ കാര്യമാണ്. അന്ന് ജിഗുഗൂഗ മുഴുവനും പാടമായിരുന്നു. ഇന്നോ നിറയെ കൂറ്റൻ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. പഴയ തോട് മൺമറഞ്ഞു പോയിട്ട് ഒരുപാട് കാലമായി. നമ്മൾ കുഹോൻ ബത്സു ക്ഷേത്രത്തിന്റെ അവിടം വരെ പോവാം. ഫ്രോക്കിന്റെ ഞൊറിയിൽ വെള്ളമുയലിന്റെ പടമുള്ള കുട്ടി ടോട്ടോച്ചാനോട് പറഞ്ഞു. സാക്കോച്ചാൻ, അതാണ് അവളുടെ പേര്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അവിടെയൊക്കെ കുളത്തിൽ ഒരു വലിയ പാമ്പ്, പിന്നെ അവിടെ ഒരു പഴയ കിണറുണ്ട്, അതിനുള്ളിൽ ഒരു വാൽനക്ഷത്രം കത്തി വീണിട്ടുണ്ടെന്നാ പറയണേ. വിടർന്ന കണ്ണുകളോടെ സാക്കോച്ചാൻ പറഞ്ഞു. കുട്ടികൾ അങ്ങനെ നടക്കുകയാണ്. അവർക്ക് തോന്നിയതെല്ലാം ചലവലേ പറഞ്ഞുകൊണ്ട് മാനത്ത് നല്ല വെളിച്ചം, ചിത്രശലഭങ്ങൾ നിറഞ്ഞു പാറുന്നുമുണ്ട്. ഏതാണ്ട് 10 മിനിറ്റോളം അവർ നടന്നു കാണും. ടീച്ചർ പെട്ടെന്ന് നിന്നു. ആ കടുകിൻ പൂക്കൾ കണ്ടോ? പൂക്കളുടെ മഞ്ഞ വയലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു. എന്തിനാണ് പൂക്കൾ വിരിയുന്നത്? ടീച്ചർ വിവരിക്കാൻ തുടങ്ങി. കേസരങ്ങളെയും അണ്ഡകോശങ്ങളെയും കുറിച്ച് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കെ തെരുവോരത്ത് കടുകിൻ പൂക്കളിലേക്ക് ഇരുന്ന് കുട്ടികൾ അവ പരിശോധിക്കാൻ തുടങ്ങി. പൂമ്പാറ്റകൾ പൂക്കളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർ വിശദീകരിക്കുകയാണ്. പൂമ്പാറ്റകൾ അപ്പോഴും തിരക്ക് പിടിച്ച് അവരുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു. ടീച്ചർ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും കുട്ടികൾ നിരീക്ഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. അവർ കേസരത്തെയും അണ്ഡകോശത്തെയും കുറിച്ചുള്ള ചർച്ചയിലാണ്. മറ്റു കുട്ടികൾക്കെന്ന പോലെ കൊച്ചു ടോട്ടോയ്ക്കും ഒന്ന് മനസ്സിലായി. കേസരങ്ങളും അണ്ഡകോശങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ്. 10 മിനിറ്റ് കൂടി നടന്നു കഴിഞ്ഞപ്പോൾ അവർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരിടത്തെത്തി. ചെറിയൊരു വനം, അതിന്റെ നടുവിൽ കുഹോൻ ബസ്തു ക്ഷേത്രം. അവർ ക്ഷേത്രപ്പറമ്പിലേക്ക് എത്തി. കുട്ടികൾ 4 പാടും ചിതറി ഓടി. വാൽനക്ഷത്രം വീണ കിണർ കാണുന്നോ? സോക്കോച്ചാൻ ധൃതിക്കിടയിൽ ചോദിച്ചു. ടോട്ടോച്ചാൻ ആ കിണർ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. കേൾക്കേണ്ട താമസം അവൾ പിന്നാലെ ഓടി. കിണർ കല്ല് കെട്ടി ഉണ്ടാക്കിയതുപോലെ ഇരിക്കുന്നു. അവളുടെ നെഞ്ചോളം പൊക്കം, പലക കൊണ്ടുള്ള അടപ്പ്. അവർ മൂടി പതുക്കെ ഉയർത്തി ഉള്ളിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. കുറ്റാക്കൂരിരുട്ട്. ടോട്ടോച്ചാൻ സൂക്ഷിച്ചു നോക്കി. താൻ മനസ്സിൽ കണ്ട കത്തി തിളങ്ങുന്ന വാൽനക്ഷത്രം എവിടെ? ഇല്ല. ഇരുട്ടിനടിയിൽ കല്ലുകളുടെയോ കോൺക്രീറ്റിന്റെയോ കൂന പോലെ എന്തോ ഒന്ന് മാത്രം കുറേശ്ശെ തെളിഞ്ഞു കാണാം. അവൾ കുറെ നേരം കിണറിനുള്ളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്ന ശേഷം ചോദിച്ചു. ഇതിനുള്ളിൽ തിളങ്ങണ വാൽനക്ഷത്രം കൂട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല, സാക്കോച്ചാൻ പറഞ്ഞു. നക്ഷത്രം തിളങ്ങാത്തതിനെ കുറിച്ച് കൊച്ചു ടോട്ടോയ്ക്ക് അത്ഭുതമായിരുന്നു. അവൾ അല്പനേരം ചുഴിഞ്ഞാലോചിച്ചു. ഓ, ഉറങ്ങായിരിക്കും. നക്ഷത്രം ഉറങ്ങോ? വലിയ വട്ടക്കണ്ണുകൾ ഒന്നുകൂടി വിടർത്തിക്കൊണ്ട് സാക്കോച്ചാൻ ചോദിച്ചു. അതെ, പകൽ ഉറക്കായിരിക്കും, രാത്രിയിൽ ഉണർന്ന് തിളങ്ങും. ടോട്ടോച്ചാന്റെ മറുപടി പെട്ടെന്നായിരുന്നു. കാരണം അക്കാര്യത്തെക്കുറിച്ച് അവൾക്ക് തന്നെ തീർച്ചയില്ലായിരുന്നു. കുട്ടികൾ കൂട്ടം ചേർന്ന് ക്ഷേത്രപ്പറമ്പിനെ ചുറ്റി നടന്നു തുടങ്ങി. ക്ഷേത്ര കവാടത്തിനിരുപുറവും മുഴുത്ത കുടവണ്ടി വെച്ച ദ്വാരപാലകന്മാർ. കുട്ടികൾ ആ രൂപങ്ങളെ നോക്കി പല്ലിളിച്ചു കാട്ടി. അരണ്ട വെളിച്ചത്തിൽ മുറിയുടെ മധ്യത്തിലായി തെളിയുന്ന ബുദ്ധ വിഗ്രഹം. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുട്ടികൾക്ക് ഭയം തോന്നി. കല്ലിൽ പതിഞ്ഞിരിക്കുന്ന ഒരു തെങ്കു, നീണ്ട നാസികകളോട് കൂടി ഒരു വേതാളം, വിന്റേതെന്ന് പറയപ്പെടുന്ന കൂറ്റൻ കാൽപ്പടിൽ അവർ തങ്ങളുടെ പാദങ്ങൾ വെച്ചു നോക്കി. അല്പം അകലെ തടാകത്തിൽ കൊതുമ്പ് വള്ളങ്ങൾ. അവർ കുളക്കരയിലേക്ക് നടന്നു. വഞ്ചിയിലിരിക്കുന്നവർക്ക് സലാം പറഞ്ഞു. മിനുസമുള്ള വെള്ളാരം കല്ലുകൾ പെറുക്കിയെടുത്ത് കല്ലറകൾക്ക് ചുറ്റും കളം വരച്ചു. വട്ടുകളിച്ചു മതിയാവോളം. ടോട്ടോച്ചാൻ എല്ലാം പുതുമയായിരുന്നു. ഓരോ കണ്ടുപിടുത്തവും അവൾ ആർപ്പ് വിളിയോടെ എതിരേറ്റു. സൂര്യൻ ചാഞ്ഞു തുടങ്ങിയിരുന്നു. ടീച്ചർ പറഞ്ഞു, പോകാൻ നേരമായി. കടുകിൻ പൂക്കൾക്കും ചെറുനിരകൾക്കും ഇടയിൽ നീളുന്ന നിറത്തിലുള്ള കുട്ടികൾ തങ്ങളുടെ തീവണ്ടി പള്ളിക്കൂടത്തിലേക്ക് മടങ്ങി. ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും കാതലായ പാഠങ്ങളായിരുന്നു ഈ യാത്രകളിലെന്ന്, അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും അലഞ്ഞുതിരിയലിന്റെയും നിമിഷങ്ങളെന്ന് അപ്പോൾ അവരറിഞ്ഞിരുന്നില്ല. ടോട്ടോച്ചാൻ ഇതിനകം എല്ലാ കുട്ടികളും കൂട്ടുകാരായി മാറിക്കഴിഞ്ഞു. എല്ലാവരും ചിരകാല പരിചിതർ എന്ന പോലെ അവൾക്ക് തോന്നിയത്. തിരിച്ചു പോകും വഴി അവൾ വിളിച്ചു പറഞ്ഞു, നമുക്കേ നാളെയും പോവാട്ടോ നടക്കാൻ. പോവാം. ചാടി തിമിർത്തുകൊണ്ട് കുട്ടികൾ അത് ശരിവെച്ചു. കിളികൾ പാടിക്കൊണ്ടിരുന്നു. ശലഭങ്ങൾ അപ്പോഴും തിരക്ക് പിടിച്ച പണിയിലാണ്. അവളുടെ കൊച്ചു മനസ്സിൽ ആഹ്ലാദം അണപൊട്ടി ഒഴുകി. സ്കൂൾ ഗാനം. ടോമോ ഗാഗോനിലെ ദിനങ്ങൾ ഓരോന്നും ടോട്ടോച്ചാന് വിസ്മയം നിറഞ്ഞതായിരുന്നു.
എത്രയും പെട്ടെന്ന് നേരം പുലരാൻ അവൾ കാത്തിരുന്നു. തിരികെ വീട്ടിലെത്തിയാലോ നാവിന് വിശ്രമം കൊടുക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല. റോക്കിയോടും അമ്മയോടും അച്ഛനോടുമെല്ലാം അവൾ സംസാരിച്ചു കൊണ്ടിരിക്കും. അന്നേ ദിവസം സ്കൂളിൽ ഉണ്ടായ വിശേഷങ്ങളെക്കുറിച്ച്, വിസ്മയങ്ങളെക്കുറിച്ച്. മതി എന്റെ ടോട്ടോ, നീ ഇനി വല്ലതും കഴിക്ക്. ഒടുവിൽ അമ്മയ്ക്ക് പറയാതിരിക്കാനാവില്ല. പുതിയ സ്കൂളിന്റെ ശീലങ്ങളുമായി ഇഴുകി ചേർന്നിട്ട് കൊച്ചു ടോട്ടോയ്ക്ക് ഓരോ ദിവസവും കുന്നുകണക്കിന് വിശേഷങ്ങൾ ബാക്കിയായിരുന്നു. അങ്ങനെ ആയതിൽ അമ്മയ്ക്ക് ഉള്ളാക്കിയ സന്തോഷവുമായി. ഒരു ദിവസം ടോട്ടോച്ചാൻ പള്ളിക്കൂടത്തിലേക്ക് പോവുകയായിരുന്നു. തീവണ്ടിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചിന്ത വന്ന് അവളെ അലട്ടാൻ തുടങ്ങി. ടോമോ ഗാഗോനൊരു സ്കൂൾ ഗാനമുണ്ടോ? എത്രയും വേഗം സ്കൂളിലെത്തി അത് അന്വേഷിക്കാൻ അവൾക്ക് തിടുക്കമായി. 2 സ്റ്റേഷനുകൾ കൂടി കഴിയേണ്ടതുണ്ട് അവൾക്ക് ഇറങ്ങാൻ. പക്ഷെ കൊച്ചു ടോട്ടോയ്ക്ക് ആവേശം നിയന്ത്രിക്കാനായില്ല. ജിഗുഗോഗയിൽ എത്തിയാലുടനെ പുറത്തേക്ക് ചാടാനുള്ള വെമ്പലോടെ അവൾ വാതിലിന്റെ വിളിമ്പിൽ ചെന്ന് നിൽപ്പായി. വണ്ടി ജിഗുഗോഗോ സ്റ്റേഷന്റെ സമീപിച്ചു. പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ഒരു സ്ത്രീ വിളിമ്പത്ത് നിൽക്കുന്ന ടോട്ടോച്ചനെ കണ്ട് അവർ ശരിക്കും ഭയന്നുപോയി. അവൾ തെറിച്ച് വീഴുമെന്ന നിലയിൽ അവർക്ക് തോന്നി. ടോട്ടോച്ചൻ കിടുകിടെ അനങ്ങാതെ നിൽക്കുകയാണ്. ഓൺ യുവർ മാർക്സ് എന്ന സിഗ്നൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ഓട്ടക്കാരിയെ പോലെ. ആ കുട്ടിക്ക് എന്താ പിരി ഇളകിയോ? അവർ പെറുപെറുത്തു. ചെറുപ്പക്കാരനായ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, ജിയുഗോഗ ജിയുഗോഗ. തീവണ്ടി ഒരു ഞരക്കത്തോടെ നിൽക്കാൻ തുടങ്ങുകയായിരുന്നു. വണ്ടി നിശ്ചലമാവും മുമ്പ് ഒരു കാൽ പ്ലാറ്റ്ഫോമിലൂടെ നിരങ്ങി ഒരു അഭ്യാസിയെ പോലെ അവൾ ചാടിയിറങ്ങി. മിന്നൽ പോലെ പുറത്തേക്ക് അപ്രത്യക്ഷയായി. ഈ സ്കൂളിൽ ഒരു പാട്ടുണ്ടോ? തായ്ചാൻ സ്കൂളിലെ തീവണ്ടി മുറിയിൽ അവൾ പ്രവേശിച്ചതും തായ്ജി എമെ നൗച്ചിയോട് അത് ചോദിച്ചതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. തായ്ചാൻ നേരത്തെ തന്നെ ക്ലാസ്സിലെത്തിയിരുന്നു. ഒരു മുഴുവൻ സമയ ഫിസിക്സ് പ്രേമിയായിരുന്നുവെങ്കിലും അവൻ ആലോചിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ലാന്നാ തോന്നണേ, എന്നാലേ ഒരെണ്ണം വേണം. ഗാഠമായി ചിന്തിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു, ഞങ്ങളുടെ പഴയ സ്കൂളിൽ അസലൊരു പാട്ടുണ്ട്. ആവുന്നത്ര ഉച്ചത്തിൽ അവൾ പാടാൻ തുടങ്ങി. സെൻ സൊഗോ ജലാശയ മഗധമല്ലെങ്കിലും മതിഗഗന മിന്നുമവ വിദ്യതൻ മാനങ്ങൾ. കുറച്ചു കാലമേ ടോട്ടോച്ചൻ ആ പഴയ സ്കൂളിൽ പഠിച്ചുള്ളൂ. പാട്ടിലെ പദങ്ങളാവട്ടെ കടുകട്ടിയുമായിരുന്നു. എന്നിട്ടും അത് ഓർത്തിരിക്കാൻ അവൾക്ക് വിഷമമുണ്ടായില്ല. ആദ്യ 2 വരികൾ അനായാസേന അവൾ ചൊല്ലാനാവുമായിരുന്നു. പാട്ട് താഴ്ചാന് നന്ദി പിടിച്ചു. ഇതിനിടെ മറ്റുള്ളവരും ക്ലാസ്സിലെത്തിയിരുന്നു. കൊച്ചു ടോട്ടോ ഉപയോഗിച്ച നെടുങ്കൻ വാക്കുകൾ അവരെയും പിടിച്ചിരുത്തി കളഞ്ഞു. നമ്മുടെ സ്കൂളിന് ഒരു പാട്ടുണ്ടാക്കാൻ മാസ്റ്ററോട് പറഞ്ഞാലോ? ടോട്ടോച്ചൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പോയി പറയാം. എല്ലാവരും സമ്മതിച്ചു. സംഘം ചേർന്നവർ മാസ്റ്ററുടെ മുറിയിലെത്തി. ടോട്ടോച്ചൻ പഴയ സ്കൂളിലെ പാട്ട് മാസ്റ്റർ പാടിക്കേൽപ്പിച്ചു. ശരി, പാട്ടുണ്ടാക്കി കളയാം, നാളെ രാവിലെ ആവട്ടെ, കുട്ടികളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു. ഉറപ്പാണല്ലോ? കുട്ടികൾ ആരാഞ്ഞു. ആർപ്പുവിളികളോടെ അവർ തങ്ങളുടെ തീവണ്ടി ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോയി. കുട്ടികളെല്ലാം മൈതാനത്ത് ഒന്നിച്ചുകൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പിറ്റേന്ന് രാവിലെ എല്ലാ ക്ലാസ് മുറികളിലും പതിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടോച്ചാനും മൈതാനത്തിലേക്ക് തിക്കി തിരക്കുന്ന കൂട്ടുകാരോടൊപ്പം ചേർന്നു. ഒരു ബ്ലാക്ക് ബോർഡ് മധ്യത്തായി പ്രതിഷ്ഠിച്ചപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഇതാ നമ്മുടെ ടൊമോ സ്കൂളിന് ഒരു പാട്ടുണ്ടായിരിക്കുന്നു. അദ്ദേഹം ബ്ലാക്ക് ബോർഡിൽ 5 സമാന്തര രേഖകളും അതിനുള്ളിൽ പുതിയ പാട്ടിന്റെ സ്വരവീചികളും വരച്ചു. ടൊമോ ടൊമോ ടൊമോ. ഓ, ഇനി നാം ഇത് പാടാൻ പോവുകയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മ്യൂസിക് കണ്ടക്ടറെ പോലെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു. കൈകൾ താളത്തിൽ ചലിപ്പിച്ച് അദ്ദേഹം പാടാൻ ആരംഭിച്ചു. ടോമോയിലെ 50 കുട്ടികളുടെ നാവുകൾ ഒന്നിച്ച് ചലിച്ചു. ടോമോ ടോമോ ടോമോ. ഓ, ഇത്രയുള്ളൂ? അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം ടോട്ടോച്ചൻ ചോദിച്ചു. ഇത്രയുള്ളൂ? അഭിമാനപൂർവ്വം മാസ്റ്റർ മറുപടി പറഞ്ഞു. ടോട്ടോച്ചന് വല്ലാത്ത നിരാശ തോന്നി. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അസല് വാക്കുകളൊക്കെ ഉള്ളൊരു പാട്ടായിരുന്നു നല്ലത്. സ്വൻസൊഗു ജലാശയ ഗമനമല്ലെങ്കിൽ പോലും അത് പ്രതീക്ഷിച്ചിരുന്നു. മാസ്റ്റർ ഒന്ന് വിളറി, എങ്കിലും ചെറു പുഞ്ചിരിയോടെ. അപ്പൊ പാട്ട് ഇഷ്ടായില്ലേ അല്ലേ? ഒന്ന് നിർത്തിയ ശേഷം മാസ്റ്റർ തുടർന്നു. ഞാൻ കരുതി ഇതായിരിക്കും കുറെ കൂടി രസമെന്ന്. പുതിയ പാട്ട് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് നേര്. അത് അത്രയേറെ ലളിതമായിരുന്നു. പാട്ടേ ഇല്ലാതിരിക്കുകയാണ് ഇതിലും ഭേദമെന്ന് കുട്ടികൾ വിചാരിച്ചു. കൊബായാക്ഷി മാസ്റ്റർക്ക് ദുഃഖം തോന്നിയിരിക്കണം. പക്ഷെ അദ്ദേഹം കോപിച്ചില്ല. മാസ്റ്റർ സാവധാനം ബോർഡിലെ സ്വരാക്ഷരങ്ങൾ മായ്ക്കാൻ തുടങ്ങി. തങ്ങളുടെ നിലപാട് കുറച്ച് ക്രൂരമായി പോയെന്ന് ടോട്ടോയ്ക്ക് തോന്നാതിരുന്നില്ല. പക്ഷേ എല്ലാറ്റിനും ഉപരി അവളുടെ മനസ്സിൽ വന്നു നിറഞ്ഞത് മറ്റെന്തോ ആയിരുന്നു. എന്തായിരിക്കാം അത്? വാസ്തവത്തിൽ കൊബായാക്ഷി മാസ്റ്റർക്ക്
ടോമസ് സ്കൂളിനോടും അവിടുത്തെ കുട്ടികളോടുമുള്ള സ്നേഹം ഒന്നുകൊണ്ട് വെളിവാകത്തക്ക വിധം അഗാധമായിരുന്നു. അതിരറ്റതായിരുന്നു. പക്ഷെ കുട്ടികൾ അത് അറിഞ്ഞിരുന്നില്ല. അറിയാനുള്ള പ്രായം അവർക്ക് ഉണ്ടായിരുന്നില്ല. സ്കൂൾ ഗാനത്തിന്റെ കാര്യം കുട്ടികൾ വളരെ വേഗം മറന്നു. മാസ്റ്റർ ആകട്ടെ അതൊരു പ്രാഥമിക ആവശ്യമായി ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടുമില്ല. അങ്ങനെ ബോർഡിൽ